യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് വചനത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത്. 30 മിനിറ്റ് നേരം കൊണ്ട് പ്രസംഗം അങ്ങനെ ആ സമയത്തിനുള്ളിൽ ക്രമീകരിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം ആൾക്കാർക്ക് ആ വചനം കേൾക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നുകൊണ്ട് 30 മിനിറ്റ് നേരത്തേക്കായിട്ട് ഈ വചനം പറയാന്ന്. അപ്പോൾ വചനത്തെക്കുറിച്ച് നേരത്തെ ഒരു പ്രസംഗം പറഞ്ഞതാണ്, അതിൻ്റെ തുടർച്ച എന്ന പോലെയാണ് ഇപ്പോൾ ഈ 2ാം ഭാഗമായിട്ടാണ് ഈ വചനത്തെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചൊന്ന് ആരംഭിക്കാം. ഹെബ്രായക്കാർക്കെതിരെ 4-ാം അധ്യായം 12-ാം വാക്യത്തിലെ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാര വികാരങ്ങളെയെല്ലാം യോഗങ്ങളെയും എല്ലാം വിവേചിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കുമെന്ന ബോധത്തിൽ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിലെ വചനം കൊണ്ട് നിറഞ്ഞ്, അകവും പുറവും വചനം കൊണ്ട് നിറഞ്ഞ്, വചനം വായിച്ച്, വചനം ഗ്രഹിച്ച്, വചനം ധ്യാനിച്ച്, അങ്ങനെ വചനത്തിൽ യേശുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചു കൊണ്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. വചനം ആത്മാവിൽ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ വചനത്തെ ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കും. എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാശിക്കുന്നത് എന്നുള്ള പോലെ എളിമയോടെ വിശുദ്ധിയോടെ അതൊക്കെ വചനത്തെ സ്വീകരിക്കാനായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഉള്ളിലെ വചനം മാംസമായി ഈശോ നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് പറയുന്നത്. വചനം ധ്യാനിച്ചു കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. ആ പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ഞങ്ങൾ ഓരോരുത്തരെയും വചനം കൊണ്ട് വചനം വായിക്കാനുള്ള, വചനത്തിൽ ആ ഒരു ദാഹം തരണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട്, അങ്ങനെ വചനത്തിലെ ദൈവത്തിൻ്റെ ജീവനും ആത്മാവും അടങ്ങിയിരിക്കുന്നുള്ള ബോധത്തിലെ വചനത്തെ തിരുസഭ തൻ്റെ ശരീരത്തെ ദിവ്യകാരുണ്യത്തെ എന്ന പോലെ തന്നെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള ബോധത്തിൽ ആ ബൈബിള് ആ വചനത്തെ ആദരിക്കാനായിട്ട്, ആ വചനത്തെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അതരം കൊണ്ട് അത് ഏറ്റുപറഞ്ഞ് അങ്ങനെ വചനം വായിക്കുന്ന വ്യക്തികളെ, വചനം വായിക്കുന്നവരും വചനം കേൾക്കുന്നവരും വചനം പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെടുമെന്നാണ് സുവിശേഷത്തിലെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് വചനത്തോടൊരു ആത്മാർത്ഥമായ ദാഹം ഉണ്ടാകാനായിട്ട്, വചനം വായ തുറക്കുമ്പോൾ വചനം കൊണ്ട് നിറയ്ക്കാനായിട്ട് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുപോലെ വചനം നമ്മുടെ ഉള്ളിലും അകത്തും മനസ്സിലും ഭാവനയിലും ചിന്തയിലും എല്ലാം വചനം വന്ന് നിറയാനായിട്ട്, വചനത്തോട് ഒരു ഉൾക്കാഴ്ച, ദൈവികമായ ജ്ഞാനം കൊണ്ട് വചനം നമ്മുടെ ഉള്ളിൽ വന്നറിയുമ്പോൾ നമുക്ക് ദൈവികമായ പ്രകാശവും ദൈവത്തിൻ്റെ സാന്നിധ്യവും, വചനം പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവം തൻ്റെ സാന്നിധ്യം, ദൈവം ഇവിടെ ഇറങ്ങി വരികയും അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെ അപ്പസ്തോലന്മാരുടെ വചനങ്ങളെ സ്ഥിരീകരിച്ചതുപോലെ നമുക്കും ആ വിശുദ്ധിയും വിശ്വാസവും നിറഞ്ഞ ഹൃദയത്തിലെ അങ്ങനെയുള്ള ജീവിതം കൊണ്ട് അങ്ങനെ വചനത്തെ വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറയുമ്പോൾ നമുക്ക് വിടുതലും സൗഖ്യവും വിശുദ്ധീകരണവും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുമെന്നുള്ള ബോധത്തിൽ വചനം അപ്പസ്തോലന്മാർക്കെല്ലാം ആദ്യം തന്നെ ദൈവം നൽകിയത് പൈശാചിക ശക്തികളെ ബന്ധിക്കാനാണ്. പിശാചിൽ നിന്ന് മോചനം നൽകാനായിട്ട് വചനം പ്രഘോഷിക്കുമ്പോൾ പൈശാചിക ശക്തികളെ ബന്ധിക്കാനായിട്ട് വചനത്തിന് സാധിക്കും. അപ്പോൾ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു നുണയ പിതാവുമായ ആ പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം വചനമാണെന്നുള്ള ബോധ്യത്തിൽ വചനം നിറഞ്ഞ വ്യക്തികളെ തൊടാനായിട്ട് പിശാചിനെ ഒരിക്കലും സാധിക്കുകയില്ല. വചനം നമ്മളെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് അതരത്തിൽ അത് ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ രക്ഷ പ്രാപിക്കുക എന്ന് സുവിശേഷത്തിലെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരുടെ ആത്മാവിൽ വചനം നിറയാനായിട്ട്, അത് ബുദ്ധിയിൽ കുറേ ബുദ്ധിയും ഒക്കെ വന്നു നിറയാതെ അത് ഹൃദയത്തിൽ വിനയപൂർവ്വം എളിമയോടെ ഏറ്റെടുത്ത് അത് വിശ്വസിച്ച് ആ വചനം അനുസരിച്ചുള്ളൊരു ജീവിതം നയിക്കാനായിട്ട്, വചനം വായിക്കാനും വചനം ഗ്രഹിക്കാനും ആവശ്യമായ ദൈവിക ജ്ഞാനം കൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ. വചനം ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ ഹൃദയത്തെ അവർ തുറന്നു എന്നാണ് പറയുന്നത്. വചനം
പരിശുദ്ധാത്മാവിനാൽ ദൈവനിവേശിതമായ ആ വചനത്തെ പരിശുദ്ധാത്മാവ് മുദ്ര വെച്ച് സീൽ വെച്ചിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയും ദാനവും നമ്മളിലേക്ക് ഒഴുകുമ്പോൾ മാത്രമാണ് വചനം വായിക്കുന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപകള്, കൃതദാനങ്ങള്, വരങ്ങള് എല്ലാം ആ വ്യക്തിയിൽ സമൃദ്ധമായിട്ട് ഉണ്ടാകാനായിട്ട് ഇടവരും. വചനം വിശ്വസിച്ചും അത് വിശുദ്ധിയോടെ നമ്മൾ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങള്, അടയാളങ്ങള് ഈ ലോകത്തില് നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് ദൈവം നൽകും. അങ്ങനെ വചനം വഴിയാണ് ഈശോ ഇന്നും അടയാളങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ഈശോ ഇന്നും ജീവിക്കുന്നു എന്ന് നമ്മളെ അത്ഭുതങ്ങളിലൂടെ ഈശോ ഇന്നും ജീവിക്കുന്നവനായ ഈശോയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാം അപ്പസ്തോലന്മാരെല്ലാം വചനം വഴിയാണ് അവരിലൂടെ ദൈവത്തിന്റെ എല്ലാ പ്രവർത്തികളും നിറവേറിയത് എന്നുള്ള ബോധ്യത്തില്. അല്ലാതെ നമ്മൾ ഒത്തിരി ധ്യാന കേന്ദ്രങ്ങൾ മുഴുവനും ഓടിയിറങ്ങി അല്ലെങ്കിൽ തിരിഞ്ഞു നടക്കാതെ വചനത്തില് അതിൽ വിശ്വസിച്ച് വചനം വായിക്കാനായിട്ടും വചനം പഠിക്കാനായിട്ടും വചനം ഒരു ദാഹവും ആത്മാർത്ഥമായ ഒരു തീക്ഷ്ണതയുള്ളവരായി തീർക്കാനായിട്ട് പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കണമേ. വചനമനുസരിച്ച് ജീവിക്കാനും അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചും അത് പ്രഖ്യാപിച്ച് നമ്മൾ വീട്ടിലെല്ലാം വചനം ഉറക്കെ വായിക്കുമ്പോൾ നമ്മളിലുള്ള ആ അന്തരീക്ഷമൊക്കെ വിശദീകരിക്കപ്പെടുകയും പൈശാചിക ശക്തികളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ട് നൽകും. അങ്ങനെ നമ്മളുള്ള ദുഃഖവും നിരാശയും വേദനയും എല്ലാം അങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം വചനം വായിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കൃപ തരുന്നതിന് പ്രാർത്ഥിക്കാം. അപ്പം നമ്മളിലുള്ള ഏകാന്തത, അപവാദം, കുറ്റം പറച്ചിലും അങ്ങനെ മറ്റുള്ളവരിൽ നിന്നുള്ള അപമാനങ്ങൾ ഇതൊക്കെ സഹിക്കാനായിട്ട് വചനമുള്ള വ്യക്തിയെ ഒരിക്കലും വ്യക്തികളെ ഒരു മനുഷ്യനും തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല. ദൈവം നമ്മൾ ഓരോരുത്തരെയും കൂടി എന്നുള്ള ബോധ്യത്തില് അനുനിമിഷം വളർന്നു വരാനായിട്ട് വചനം വായിക്കുന്ന വ്യക്തികൾക്ക് ദൈവത്തിന്റെ ദാനങ്ങളും കൃപകളും വർഷിക്കുമെന്ന് നമ്മൾ വചനത്തിൽ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും വചനം കൊണ്ട് അഭിഷേകം ചെയ്യുന്നമ്മേ. അങ്ങനെ ഒത്തിരി വചന സുവിശേഷ പ്രഘോഷകരെ സഭയ്ക്ക് പ്രദാനം ചെയ്യുന്നമ്മേ. അങ്ങനെ ആത്മാക്കളെ പ്രതി തീഷ്ണതയുള്ള ആത്മാവിൽ ജ്വലിക്കുന്ന വ്യക്തികളായിട്ട് ദൈവത്തെ ജോലി ചെയ്യാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-35 വാക്യത്തില് വിശുദ്ധഗീതം ഒരിക്കലും നിറവേറാതിരിക്കുകയില്ല. ദൈവജനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്നും വിളിച്ചുവെന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമ്മൾ വസിക്കുമ്പോൾ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരിൽ വന്ന് വസിക്കുന്നു. അങ്ങനെ മത്തായി സുവിശേഷം 13-8 വാക്യത്തില് മറ്റു ചിലത് നല്ല നിലത്ത് വീണു, അത് 100 മേനിയും 60 മേനിയും വിളവ് നൽകുകയും. മത്തായി 13:31 സ്വർഗരാജ്യം വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ്. എല്ലാ വിത്തിനേക്കാൾ ചെറുതാണവ. അവ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളെക്കാൾ വലുതാകുകയും ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാനായിട്ട് ഇട നൽകുകയും ചെയ്യുന്നു. അങ്ങനെ വലിയ മരമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരാൻ ഇടയായിത്തീരും. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-19 വാക്യത്തില് ആത്മാവിനെ നിങ്ങൾ ഒരിക്കലും നിർവീര്യമാക്കി കളയരുതെന്ന് നമ്മൾ പറയുന്നു. എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 4-30 രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. നടപടി പുസ്തകത്തില് 45-41 അവരവരുടെ യേശുവിന്റെ നാമത്തെ പ്രതിയും അവമാനം സഹിക്കാത്ത യോഗ്യത ലഭിച്ചതിനെ പ്രതിയും അവർ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുന്നിൽ നിന്ന് പുറത്തുപോയി. തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-13 വാക്യത്തില് നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, എന്തെന്നാൽ തന്നെ നിഷേധിക്കാനായിട്ട് ഒരിക്കലും അവന് സാധിക്കില്ല. വിശ്വാസിനെയൊക്കെ തോൽപ്പിക്കണമെങ്കിൽ വചനം നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തില് ഉണ്ടായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്വരം കിട്ടണമെങ്കിൽ, ആത്മാവില് ജ്ഞാനം കിട്ടണമെങ്കിൽ
എല്ലാം വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. 2 കൊരിന്ത്യർ 7:10 ദൈവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപത്തിലേക്ക് ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. 1 പത്രോസ് ലേഖനം 2:24 അവൻ നമ്മുടെ പാപങ്ങളും രോഗങ്ങളും എല്ലാം വായിച്ചുകൊണ്ട് കുരിശിലേറിയും അങ്ങനെ നമ്മൾ പാപത്തോട് മരിച്ച് നീതിയാകുന്നതിന് വേണ്ടിയാണ്, അങ്ങനെ ക്രിസ്തുവിന് വേണ്ടിയും ജീവിക്കാൻ വേണ്ടിയാണ്. വചനത്തിന് അനന്തമായ ശക്തി നമ്മുടെ വചനം കേൾക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും രോഗശാന്തി സൗഖ്യവും എല്ലാം നൽകാനായിട്ട് ദൈവം ഇന്നും വചനത്തിലൂടെ പ്രവർത്തിക്കുന്നു. ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചത് ഈശോ ദൈവം തന്റെ ഒരൊറ്റ വാക്കുകൊണ്ടാണ്. ആദിയിൽ ആ വചനം പറഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിലെ പ്രപഞ്ചത്തെയും സർവ്വസാഹചര്യങ്ങളെയും സൃഷ്ടിച്ചതെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസ് സുവിശേഷം 1:17 പശ്ചാത്താപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനായിട്ട് വചനം ജീവനുള്ള വചനമാണ്. വചനം ആവർത്തിച്ച് ഏറ്റു പറയുമ്പോൾ നമ്മളുടെ കുടുംബത്തിലെ ആ വചനം ഉറക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ വചനം മാംസം ധരിച്ച് നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഇടയായി തീരും. യോഹന്നാൻ സുവിശേഷം 6:36 പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാൾ ഞാൻ തള്ളിക്കളയില്ല. പിതാവാ ദൈവം യേശുവിൻ്റെ രക്ഷയിലേക്ക് പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തുകൊണ്ട് വചനം പഠിക്കാനായിട്ട് നമുക്കൊരുത്തർക്ക് കൃപ നൽകുന്നു. അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നമ്മളെ വചനം വായിക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒത്തിരി വചനങ്ങൾ ഉണ്ടായിരിക്കും. അവ നമ്മോട് ദൈവം സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി അത് എഴുതി വെച്ചുകൊണ്ട് അത് ആവർത്തിച്ച് ഏറ്റു പറയുമ്പോൾ യേശു നമ്മളിൽ വസിക്കാനായിട്ട് ഇടയായി തീരും. യോഹന്നാൻ സുവിശേഷം 1:1 കാണാം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1 യോഹന്നാൻ സുവിശേഷം 2:21 അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മളെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാദം. യോഹന്നാൻ സുവിശേഷം 1:29 ഇതാ ലോകത്തിന് പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ സുവിശേഷം 6:63 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. നമ്മുടെ എസെക്കിയേലിന്റെ പ്രവചന പുസ്തകത്തിലെല്ലാം നമ്മൾ അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചനം കൊണ്ട് നിർത്തുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മരിച്ച അസ്ഥി കൂടങ്ങളുടെ ഉള്ളില് കർത്താവിന്റെ വചനം എസെക്കിയേൽ പ്രഘോഷിച്ചപ്പോൾ പെട്ടപ്പോൾ അസ്ഥികൾ കൂടിച്ചേരുകയും മാംസവും ഞരമ്പും എല്ലാം അവരിൽ അങ്ങനെ അവരിൽ എല്ലാം മാംസവും എല്ലാം പൊതിഞ്ഞ് അവരെ അസ്ഥികളെല്ലാം കൂടി ചേർന്ന് അവർ വീണ്ടും ജീവനുള്ള വ്യക്തികളായിട്ട് തീരുന്നതായിട്ട്, അങ്ങനെ ജീവൻ പ്രദാനം ചെയ്യാൻ കഴിവുള്ള വചനമാണ് ദൈവത്തിന്റെ വചനമെന്ന് അതിലെല്ലാം നമുക്ക് കാണാനായി സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1:1 പ്രപഞ്ച രൂപരഹിതമായ പ്രപഞ്ചത്തിന്മേൽ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ട് ഇരുന്നു. രൂപരഹിതമായ പ്രപഞ്ചത്തിൽ പരിശുദ്ധ ശക്തി വ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പ്രപഞ്ചത്തെ ജീവനുള്ള വ്യക്തികളായിട്ട് പ്രപഞ്ചത്തെ മാറ്റി തീർക്കാനായിട്ട് ഇടയായിത്തീർന്നത്. വചനം നമ്മൾ ഓരോരുത്തരിൽ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം ശക്തി പ്രാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വചനം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഉള്ളപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയും അങ്ങനെ നമുക്ക് എവിടേക്കാണ് പോകേണ്ട വഴിയും ഏതാണ് നല്ലത് ഏതാണ് ശരി എന്നുള്ളത് നമുക്ക്
പരിശുദ്ധാത്മാവ് പറഞ്ഞു തരികയും ചെയ്യും. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തില്, നിങ്ങൾ ഇന്ന് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് അവിടെ പറയുന്നു. അങ്ങനെ വചനം കേൾക്കുന്ന വ്യക്തികളിലെ വചനം പ്രഘോഷിക്കുകയും അത് ദൈവത്തിന്റെ ജീവനുള്ള വചനം കേൾക്കുകയും ചെയ്യുന്ന വ്യക്തികളിലെല്ലാം ദൈവം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ എല്ലാ കോശങ്ങളുടെ മേലും അധികാരമുള്ള വചനമാണ് ദൈവത്തിന്റെ വചനം. അങ്ങനെ ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ഏതവസ്ഥയിലും ഇടപെടാനായിട്ട് സാധിക്കുന്ന വചനമാണ്. ആ ദൈവത്തിന്റെ ഓരോ വചനത്തിലും ദൈവത്തിന്റെ ശക്തി നിറഞ്ഞിരിക്കുന്നു. ഈ വചനം നമ്മളെ ഓരോരുത്തരുടെ ദുഃഖങ്ങളിലേക്ക് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്കെല്ലാം കടന്നു വരാനായിട്ട്, അങ്ങനെ ശരീരത്തിന്റെ നിർജീവമായ പ്രവർത്തികളിൽ നിന്ന് ദൈവവചനം നമ്മുടെ ഓരോരുത്തരുടെ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് വചനത്തിന് സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ ജീവനുള്ള ആ വചനം പ്രഘോഷിക്കാനായിട്ട് ദൈവം നമ്മുടെ ഭൂമിയിലുള്ള ഓരോ മക്കളെ തെരഞ്ഞെടുത്ത് വിളിച്ച് അവരെ മാറ്റി നിർത്തുന്നതായിട്ട് അവരുടെ ദൈവത്തിന്റെ ഒരു നിയോഗമാണ് ദൈവം ഇവിടെ മനുഷ്യ വ്യക്തികളിലൂടെ നിറവേറുന്നത്. ലൂക്കായ സുവിശേഷം 4-ാം അധ്യായം 18-19 ഈശോ താൻ ജീവിച്ച് വളർന്ന കഫർനാമിൽ പ്രവേശിച്ച് അവിടെ വന്ന് വായിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ലൂക്കായ സുവിശേഷം 4-ാം അധ്യായം 18-19 വാക്കിലും, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവനെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഈ യേശയ്യായുടെ ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിറവേറിയിരിക്കുന്നു എന്ന് ഈശോ പ്രഖ്യാപിച്ചു. അങ്ങനെ ദൈവത്തിന്റെ ആ ഒരു തെരഞ്ഞെടുപ്പ്, യേശുവിനെ വചനം പ്രഘോഷിക്കാനായിട്ടുള്ള ആ നിയോഗം, ദൈവം അങ്ങനെ ഒരു വിളി യേശുവിനെ നൽകിയതായിട്ട് ആ വചനത്തില് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യേശു വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ജീവിതത്തിലെ അങ്ങനെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി ഒരു ജീവിതം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മുലക്കല്ലാക്കി തീർക്കൂ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ ജീവനുള്ള ആ ദൈവത്തിന്റെ വചനം ദൈവത്തിനെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വചനത്തിന് ദൈവം നമ്മളിലൂടെ ഇന്നും പ്രവർത്തിക്കാനായി തയ്യാറായിത്തീരുന്നു. വചനത്തിന് ദൈവതുല്യമായ ഒരു ശക്തിയാണ്. രോഗികളിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വചനം കേൾക്കുമ്പോൾ അവരിലെ രോഗത്തിന് മേലെ ദൈവത്തിന്റെ വചനത്തിന്, രോഗികളിലെ മേൽ ദൈവത്തിന്റെ വചനം വ്യാപരിക്കുകയും അങ്ങനെ പ്രകടമായ ഒരു സൗഖ്യം നൽകാനായിട്ട് ഇന്നും ജീവനുള്ള ദൈവം വചനം കേൾക്കുന്ന വ്യക്തികളെ അനുഗ്രഹിക്കുന്നു. നമ്മൾ ഓരോരുത്തരും വചനം ഭക്ഷിച്ചു കഴിയുമ്പോൾ ആ വചനം കൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. വചനം ഒരു അമൂല്യമായ നിധിയാണ്. അങ്ങനെ വചനത്തെ, സുവിശേഷത്തെ സ്നേഹിക്കാനായിട്ട് നമുക്കൊരുത്തർക്കും പരിശ്രമിക്കാം. സുവിശേഷം 1-ാമത്തെ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തില്, കൃപയും സത്യവും യേശു ക്രിസ്തു വഴി ഉണ്ടായി. പ്രഭാഷണന്റെ പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യത്തില് 20 മുതൽ 22 വാക്യത്തിൽ, എൻ്റെ മക്കളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക, എനിക്ക് ചെവി തരികയും ചെയ്യുക. അവ നിന്റെ ദൃഷ്ടിയിൽ പദത്തിൽ നിന്ന് മറന്നു പോകാതിരിക്കട്ടെ. അവ നിന്റെ ഹൃദയത്തിലെ സൂക്ഷിക്കുക. അവ ഉൾക്കൊള്ളുന്നവന് ജീവനും അവൻ്റെ ശരീരത്തിന്
അത് ഔഷധവുമായി തീരുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ശരീരത്തിന് നിർജീവം ദൈവത്തിന്റെ വചനം ഒരു ഔഷധമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ വചനം നമ്മളിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലോ ആത്മാവിലോ ശരീരത്തിലുള്ള ഏത് രോഗത്തിൻ്റെ മേലും ദൈവത്തിന്റെ ശക്തിയും പ്രവർത്തിച്ചുകൊണ്ട് ആ വചനത്തിന്റെ ശക്തി പ്രവർത്തിച്ചുകൊണ്ട് ആ രോഗത്തിൻ്റെ മേലെ നമുക്ക് പ്രകടമായ ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ദൈവത്തിന്റെ തിരുവചനത്തിന് ഇന്നും സാധിക്കും. അനേകം പിശാചുബാധിതര് യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു എന്ന് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വചനമയച്ചാണ് ഈശോ രോഗികളെ ഓരോരുത്തരും സൗഖ്യം നൽകിയത്. സങ്കീർത്തനത്തില് 107:20 അവൻ തന്നെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും വിനാശത്തിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. അങ്ങനെ ലാസറിനെ മേലെ വചനം പറഞ്ഞപ്പോഴാണ് മരിച്ചുപോയ ലാസർ ശവകുടീരത്തിൽ നിന്ന് ജീവനുള്ളവനായിട്ട് പുറത്തു വന്നത്. അങ്ങനെ രോഗികളുടെ മേലെ ദൈവത്തിന്റെ വചനം പറയുമ്പോഴാണ് ആ രോഗത്തിൽ നിന്ന് സൗഖ്യം വചനമായി ചെയ്യിച്ചത് രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് സുവിശേഷത്തിലെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ഫിലിപ്പിയരുടെ പുസ്തകത്തിലെ 13-ാം അധ്യായം 19-ാം വാക്യത്തിലും 3-ാം വാക്യത്തില് രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സമസ്തവും അവനിൽ വഴി ഉണ്ടാവുകയും ചെയ്തു. ജ്ഞാനത്തിന്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം വാക്യത്തില് കർത്താവ്യം മരുന്നോ ലേപനോ ഔഷധമല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന അങ്ങനെ വചനമാണ് എന്ന് ആ സുഖപ്പെടുത്തുന്ന വചനമായിട്ട് ആ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും ഇന്നും സൗഖ്യപ്പെടുത്താനായിട്ട് സാധിക്കും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തില് കർത്താവ് അരുൾ ചെയ്യുന്നു, ഇവയെല്ലാം എൻ്റെ കരവേലയാണ്, ആത്മാവിലും ഈ അനുതാപം ഉണ്ടായിരിക്കും, വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവരാണ് ഞാൻ കടാക്ഷിക്കുന്നത്. കർക്കേതി ലേഖനം 9-ാം അധ്യായം 6-ാം വാക്യത്തില് ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ലെന്ന് അവിടെ എഴുതി വെച്ച ഹെബ്രായ കർക്കേതി ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചതനയിലും ആത്മാവിൽ സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറിയും ഹൃദയത്തിന്റെ വിചാരവികാരങ്ങളെ വിവേചിക്കാൻ കഴിയുമെന്ന് അവരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഹെബ്രായ കർക്കേതി ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തില് ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാണ്, ആ വചനം എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നതായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തില് നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ നമ്മൾ എളിമപ്പെട്ട് ആ ദൈവത്തിന്റെ മുന്നിൽ സഹായം അപേക്ഷിക്കുമ്പോൾ ആ ദൈവം നമ്മളെ ശാസിച്ച് നമ്മുടെ പാപങ്ങളെ നിന്ന് നീക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സഹായിക്കാൻ കഴിയാത്ത ഒരു മേഖലയും ഇല്ലെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ദൈവത്തിന് നമ്മുടെ ഈ ലോകം മുഴുവൻ്റെയും മേലും ഫുൾ അധികാരമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ശക്തനായ അവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ പരിശുദ്ധ കന്യാമറിയം പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 18-ാം വാക്യത്തില് നമ്മൾ അതേറ്റ് വചനം ആവർത്തിച്ച് പറയുമ്പോൾ നമ്മളിൽ ആ വചനം ആക്റ്റീവായി തീരുകയും അങ്ങനെ ഈശോയുടെ വാക്ക് അങ്ങനെ നമ്മൾ എപ്പോഴും വചനം ധ്യാനിക്കുകയും വചനം വായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ വചനം നമ്മളിൽ ആക്റ്റീവായി തീർന്നുകൊണ്ട് നമ്മളിലൂടെ പ്രവർത്തിക്കാനായിട്ട് ആ വചനത്തിന് സാധിക്കും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യത്തിൽ വിലക്കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാകും തീരുമെന്ന് പറയുന്നു.
നമ്മൾ ഓരോരുത്തരും ശുദ്ധിയുള്ളവരെ നാവിനെ നിയന്ത്രിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളിലൂടെ അതരത്തിലൂടെ ദൈവത്തിന്റെ വാക്കുകൾ പറയുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരെയും മാറ്റാനായി സാധിക്കും. നിങ്ങൾ ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അങ്ങനെ ദൈവത്തിന്റെ നമ്മൾ ഏത് ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും അങ്ങനെ സത്യം സമാധാനവുമുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് വചനം വായിച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ ആ ശക്തിയും ദൈവത്തിന്റെ കൃപയും സമാധാനവും നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ ഒന്നറിയാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന്റെ വലതുകരം വചനമാകുന്ന ആ വലതുകരം നമ്മളെ ഓരോരുത്തരും മേലെ വന്നറിയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നമ്മളെ ഓരോരുത്തരെയും ആശ്വസിപ്പിച്ച് വഴി നടത്താനായിട്ട് ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും. അങ്ങനെ പ്രത്യാശയും നൽകുന്ന ആശ്വസിപ്പിക്കുന്ന വചനങ്ങൾ കണ്ടെത്തിയ ആ വചനങ്ങൾ ശേഖരിച്ചുകൊണ്ട് അത് ആവർത്തിച്ച് പറയുമ്പോൾ ദുഃഖവും നിരാശ എന്നിവ അങ്ങനെയുള്ള നിരാശയുള്ള സമയത്തെല്ലാം ആ വചനങ്ങൾ നമ്മളെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിച്ചു തരികയും ആ വചനം ഏറ്റു പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവിനെ സൗഖ്യം നമ്മൾ ഓരോരുത്തരിലേക്കും കടന്നു വരാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ദുഃഖം, നിരാശ, ഒറ്റപ്പെടൽ, ആകുലത അങ്ങനെയുള്ള സമയങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ആ വചനത്തിലെ ആശ്വാസം കണ്ടെത്താനായിട്ട് വചനം പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും വഴി നടത്താനായിട്ട് അങ്ങനെ ദൈവത്തിന്റെ വചനം വായിക്കാനായിട്ട് വചനം പഠിക്കാനായിട്ട് ഞാൻ ഓരോരുത്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ വചനം വായിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവിന്റെ കൃപകൾ, ദാനങ്ങൾ, എല്ലാം വരങ്ങളെല്ലാം നമ്മൾ വന്നറിയാനായിട്ട് ആന്തര സൗഖ്യം ശരീര സൗഖ്യവും എല്ലാം കടന്നു വരാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ വിശുദ്ധീകരണം, മാനസാന്തരവും, വിശ്വാസത്തിന്റെ വരവും, സ്നേഹത്തിന്റെ വരവും, ജ്ഞാനത്തിന്റെ വരവും, പ്രവചനവരവും, വചന പ്രഘോഷണവരവും എന്നിവയെല്ലാം കിട്ടുന്നത് നമ്മൾ വചനം വായിച്ച് അത് ഹൃദയത്തിലേക്ക് ഒതുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6:63 നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. അങ്ങനെ പ്രത്യാശയുടെ വിശ്വാസത്തോടെ ആ വചനം ഏറ്റു പറയുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ യേശുവിനെ മറ്റുള്ളവരെ മുന്നിൽ ഏറ്റു പറഞ്ഞ് പ്രഘോഷിക്കാനായിട്ട് വചനം കേൾക്കുന്നവരുടെ മേലും വചനം പ്രസംഗിക്കുന്നവരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോരുത്തരിലും വന്നറിയാനായിട്ട് തീരും. ശാരീരിക സൗഖ്യവും ആന്തരിക സൗഖ്യവും സൃഷ്ടിയാകുന്ന അവസരവും സൃഷ്ടിയാകുന്ന ഒരു അനുഭവവും മാനസാന്തരവും എല്ലാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും എല്ലാം അവചനം കേൾക്കുന്ന വായിക്കുന്ന വ്യക്തികളുടെ മേൽ വന്നറിയും. മത്തായി സുവിശേഷം 18 ഭാഗത്തിലും സ്വർഗത്തിലും പോലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വെളിപ്പാടിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായം 17-18 ഞാൻ ആദിയും അന്തവുമാകുന്നു. മരിച്ചവനെങ്കിലും ഞാൻ ജീവിക്കുന്നവനാകുന്നു. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ദൈവം നമുക്ക് വചനം ഭക്ഷിക്കാനായിട്ട് തരുന്നതായിട്ടൊക്കെ ആ പുസ്തകത്തിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായ സുവിശേഷം 3-ാം വാക്യത്തിൽ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കാനായിട്ട്, യേശുവിനെ സ്നേഹിക്കാനായിട്ട്, എല്ലാ കാര്യത്തിലും ദൈവത്തിനെ മഹത്വപ്പെടുത്താനായിട്ട്, പാപത്തിനൊക്കെല്ലാം വേർത്തുപേക്ഷിച്ചുകൊണ്ട് വിശാക്തിയിൽ നിന്നും അങ്ങനെ പാപത്തിൻ്റെ എല്ലാ പാലനകളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കാനായിട്ട്, അങ്ങനെ പാപമോചനത്തിനുള്ള ആ ഒരു ഇതൊക്കെ കിട്ടാനായിട്ട് നമുക്ക് വചനത്തെ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനായിട്ട് സാധിക്കാം. വചനം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കാനായിട്ട്, ഒറ്റപ്പെടുന്ന അവസ്ഥയും തളർച്ചയൊക്കെ ഉള്ള അവസ്ഥയൊക്കെ വരുമ്പോൾ വചനം അത് ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ആ വചനങ്ങൾ
എഴുതി വെച്ച് അത് ഏറ്റുപറയുമ്പോൾ നമ്മളിൽ നിന്നും ആ ദുഃഖവും നിരാശയും ഏകാന്തതയും എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മളെ ഒരു തകർച്ചയിലും ദൈവത്തിനെ സ്തുതിച്ചും ദൈവത്തിനെ മാറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളുള്ള ദുഃഖവും നിരാശയും എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് നമുക്ക് ഏത് സാഹചര്യത്തിലും വീണു പോകാതെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള കൃപകൾ ദൈവം നൽകും. ലൂക്കാസുവിശേഷം 24-ാം 47-ാം ഭാഗത്തിലെ പാവമോചനത്തിനുള്ള അനുതാപം യേശുവിന്റെ നാമത്തിൽ ജെറുസലേമിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജനതകളോട് പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. എൻ്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ അയക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നവരെ നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. യെശയ്യാ പുസ്തകം 55-ാം അധ്യായം 10-ാം വാക്യത്തില് മഴയും മഞ്ഞും ആകാശത്ത് നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതക്കാരൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാകുന്നു. എൻ്റെ ആദരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റുകയും ഞാൻ ഏൽപ്പിക്കുന്ന ജോലി വിജയപ്രദമായി ചെയ്യുകയും ചെയ്യും. അങ്ങനെ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തർ വന്നിറാനായിട്ട് ഭക്ഷിക്കാനുള്ള ഒരു ആഹാരം ദൈവം നമുക്ക് അന്നു വേണ്ട ആഹാരങ്ങളും ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകും. ലൂക്കാസുവിശേഷം 4-ാം വാക്യത്തില് മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന് വായിൽ നിന്ന് പറയുന്ന ഓരോ വാക്കുകൊണ്ട് വന്ന് ജീവിക്കുന്നത്. യേശയ്യാ പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യത്തില് കർത്താവ് ചെയ്യുന്നു, ഞാൻ അവരോട് ചെയ്ത ഉടമ്പടി ഇതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ ആദരങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്ന വചനവും നിങ്ങളുടെയും നിങ്ങൾ സന്തതികളുടെയും അവരുടെ സന്താനങ്ങളുടെയും ആദരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. അങ്ങനെ വചനം നമ്മൾ ഓരോരുത്തർ കേട്ടുകൊണ്ട് വചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ മേലും നമ്മുടെ അടുത്ത തലമുറയുടെ മേലുമെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടാനായിട്ട് തീരുമെന്ന് നമുക്കിതിലൂടെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും വചനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദുഷ്ടശക്തികൾക്കും നമ്മളെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ നമ്മളെ തൊടാനായിട്ട് സാധിക്കുകയില്ല. വചനം കൊണ്ട് നിറയാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ഇടയാതീരുന്നതിന് പ്രാർത്ഥിക്കാം. ഇതാ കർത്താവിൻ്റെ നിന്റെ വാക്കിനെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് വചനം മാംസമായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൽ ഇടയായി തീരുകയാണ് ചെയ്തത്. അങ്ങനെ വചനം കേൾക്കാനായിട്ട്, വചനം വായിക്കാനായിട്ട്, വചനം പാലിക്കാനായിട്ട് അത് നമ്മൾ ഓരോരുത്തർ നിറവേറാൻ വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ബൈബിളിലെ 150 വാഗ്ദാനങ്ങൾ നമ്മൾ നിറവേറാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങനെ വചനം കേട്ട് വചനം വായിച്ചും വചനം അനുസരിച്ചും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരിലേക്കും കടന്നു വരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിയമാവർത്തനം നിന്നും 17-ാം അധ്യായം 19-ാം വാക്യത്തില് ദൈവമായ കർത്താവിനെ ഭയപ്പെടുക, ഈ നിയമത്തിലെ എല്ലാം അനുസരിക്കാനായിട്ട് ചട്ടങ്ങൾ ഗ്രഹിക്കുകയും പാലിക്കുകയും ചെയ്താൽ ജീവിതത്തിലെ എല്ലാ ദിവസവും അത് വായിക്കുകയും ചെയ്യാനായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വചനങ്ങൾ ഉറക്കെ വായിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നിയമാവർത്തനം 31:11 വചനം ഉറക്കെ വായിക്കുമ്പോൾ യുദ്ധത്തിലെ അവസരത്തിലെല്ലാം അവരെന്ത് ചെയ്തു? ആ പഴയ നിയമത്തിലെ അവർക്ക് ലഭിച്ച കൽപ്പനകളും നിയമങ്ങളെല്ലാം അവർ ഉറക്കെ വായിക്കുന്നതായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മക്കബായയിലെ 8-ാം അധ്യായം 21-ാം വാക്യത്തിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം ഉറക്കെ വായിക്കാനായിട്ട് അങ്ങനെ ഒരു വ്യക്തിയെ നിയമിക്കുന്നതായിട്ട് അവരെല്ലാം 2 മക്കബായയിലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവര് യുദ്ധത്തിൽ വിജയിക്കുന്നതായിട്ട് നമ്മൾ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ജെറമ്യ പ്രവാചകന്റെ 36-ാം അധ്യായം 6-ാം വാക്യത്തിലൊക്കെ എല്ലാവരും കേൾക്കുക, ദൈവത്തിന്റെ വചനം വായിക്കാനായിട്ട് കൽപ്പനകളൊക്കെ ഉറക്കെ വായിക്കാനായിട്ട് അവർ പരിശ്രമിച്ചു.
അങ്ങനെ യേശു കർത്താവ് എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അത് അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്നാണ് വചനത്തിൽ കാണാൻ സാധിക്കുക. അങ്ങനെ വചനമാംസമായിട്ട് പരിശുദ്ധ കന്യാമറിയത്തിൽ വന്ന് നിറഞ്ഞു. ഹൃദയത്തിൽ വിശ്വസിക്കുന്ന അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളിൽ നാവ് കൊണ്ട് ഏറ്റുപറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ തീരാനായിട്ട് പരിശ്രമിക്കുക. 2 മക്കബാറ് എഴുതിയ ലേഖനം 8-18 വാക്യത്തിൽ കാണും, അവർ ആയുധത്തിലും സാഹസിക കൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ ലോകം മുഴുവനെ തന്നെയും അങ്കുല ചലനത്താൽ തറപ്പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. അങ്ങനെ വചനം ഉച്ചരിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ശക്തിയും നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ രാവും പകലും ദൈവവചനം ധ്യാനിക്കുന്നത് ദൈവവചനം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് അത് ആവർത്തിച്ച് പറയുമ്പോൾ പ്രതിസന്ധിയിൽ വചനം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ സഹായം നമ്മളിലേക്ക് ഓരോരുത്തരെയും കടന്നു വരാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. അങ്ങനെ വചനം ആവർത്തിച്ച് ഉരുവിട്ട് കഴിയുമ്പോൾ നമ്മൾ ഓരോരുത്തരും രക്ഷ പ്രാപിക്കും. അങ്ങനെ നമ്മുടെ തലമുറയും എല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെടാനായിട്ട് അത് ഇടയായിത്തീരും. അഗസ്തീനോസ് നാളിനൊക്കെ ഒരൊറ്റ വചനമാണ് സ്വാധീനിച്ചത്. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണത്. രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അടുത്തെത്തിയിരിക്കുന്നു. ശരിയ താല്പര്യങ്ങളിലൊന്നും വ്യാപരിക്കാതെ അങ്ങനെ പറയുന്ന ഒരു വചനമാണ് അഗസ്തീനോസ് നാളിനെ മാറ്റിയത്. ദൈവത്തിന്റെ സഹായം ഓരോ വ്യക്തികളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒത്തിരി നമ്മുടെ ഫ്രാൻസിസ് അസീസിനെയൊക്കെ ദൈവത്തിന്റെ യജമാനെയാണോ ദാസനെയാണോ നിങ്ങള് ദാസനെയാണോ യജമാനെയാണോ നിങ്ങള് സേവിക്കേണ്ടതെന്ന് ചോദ്യമാണ് ഫ്രാൻസിസ് അസീസിയുടെ ആകെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അങ്ങനെ വചനം വഴിയും ഒത്തിരി വ്യക്തികളെ മാറ്റിമറിക്കുന്ന അനുഭവമൊക്കെ വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നിയമാവർത്തനം 30-ാം അധ്യായം 25-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. നിന്റെ ഓടാമ്പൽ ഇരുമ്പും പിത്തളയും നിന്റെ ആയുധവും നിന്റെ ശക്തിയും യേശുവും നിന്റെ ദൈവത്തെ പോലെ ആരുമില്ല. നിന്നെ സഹായിക്കാൻ അവിടുന്ന് വിഹായസിലൂടെ മഹത്വപൂർണനായി മേഘങ്ങളിന്മേൽ ഇറങ്ങി വരുന്നു. നിത്യനായവൻ ദൈവം നിന്റെ അഭയം താങ്ങാൻ ശാശ്വത ഹസ്തങ്ങൾ അവിടുത്തെ നിന്റെ ശത്രുവിനെ തട്ടിമാറ്റും സംഹരിക്കുകയും ചെയ്യും. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൽപ്പന പാലിക്കും. അങ്ങനെ വചനം നിറവേറ്റുന്നവരായിട്ട് വചനം അമൂല്യമായി കരുതി വചനത്തെ വില കൽപ്പിച്ച് അങ്ങനെ വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തികളായി തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സങ്കീർത്തനം 119:9-10 വാക്യങ്ങളില് യുവാവ് തന്റെ വചനം യുവാവ് തന്റെ ഹൃദയം എങ്ങനെ വചനം നിർമ്മലമായി സൂക്ഷിക്കാം, വചനം ധ്യാനിച്ചുകൊണ്ട് തന്നെ. മത്തായി സുവിശേഷം 7-ാം വാക്യത്തില് കർത്താവ് കർത്താവെന്ന് വിളിക്കുന്നവരല്ല അവിടുത്തെ ഇഷ്ടം നിറവേറ്റുന്നവരാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ പുത്രന്മാരായിട്ട് തീരുന്നത്. അങ്ങനെ വചനം കേട്ട് ഇന്ന് പല വ്യക്തികൾക്കും കഠിനമായിട്ട് ഹൃദയം തീരുന്ന അനുഭവമാണ് എന്നുള്ളത്. അങ്ങനെ വചനം നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തെയും ഹൃദയത്തെയും പ്രവൃത്തികളെയും മാറ്റിമറിക്കാനായിട്ട് ഒരു മാറ്റവും വരുത്താതെ നമ്മൾ പാപത്തോടുള്ള സ്നേഹമാണ് നമ്മളെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യത്തില് ലോകത്തിലുള്ള ഒന്നിനെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കുകയില്ല. ജനത്തിന്റെ ദുരാശ, കണ്ണുകളിലെ ദുരാശ, ലോകത്തിലുള്ള ഒന്നും പിതാവിൻ്റെതല്ല എന്ന് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു.
മത്തായി സുവിശേഷം 13-ാം അധ്യായം 21-ാം വാക്യത്തില് ലൗകിക ദൈവത്തിലുള്ള വചനം ഒരിക്കലും ലൗകികമായ വ്യഗ്രതയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ വചനം ഫലദായകമായി തീരുകയില്ലെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലൗകിക വ്യഗ്രത, ധനത്തിനുള്ള ആകർഷണം, ഈ ലോകത്തിൽ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക്, ഈ ലോകത്തിലേക്ക് കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ദൈവത്തിന്റെ വചനം ആത്മാർത്ഥമായി സ്നേഹിച്ച് സ്വീകരിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ പാപത്തെയും ലോകത്തെയും ഈ ഒക്കെ സ്നേഹിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ഈ വചനം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ഇടയായിത്തീരുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 38-ാം വചനം പോലെ ഇത് അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ് മാതാവ് പറഞ്ഞത്. യോഹന്നാൻ സുവിശേഷം 1:1 കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും ഹൃദയം കൊണ്ട് സ്പർശിച്ചതുമായ വചനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നതെന്ന് പൗലോസ്ലീഹ അവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തില് അവൻ വന്നത് ജീവൻ ഉണ്ടാകാനുള്ള സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 23-ാം വാക്യത്തില് ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുകയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തില് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത്. സങ്കീർത്തനം 111:30 അങ്ങയുടെ വചനത്തിന്റെ ചുരുളറിയുമ്പോൾ പ്രകാശം പരത്തുന്നു, എളിയവർ അത് അറിവ് പകരുകയും ചെയ്യുന്നു. ദൈവവചനം ഹൃദയത്തില് ദൈവവചനം നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ വന്നറിയുമ്പോൾ ദുഷ്ടാരൂപികൾ നമ്മളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഇടയാതീരും. അങ്ങനെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട്, അങ്ങനെ ഹൃദയം ചിന്തയും ഭാവനയും എല്ലാം നമ്മൾ ദൈവത്തിന്റെ വചനം കൊണ്ട് നിറഞ്ഞ് അങ്ങനെ ശുദ്ധമുള്ളതായി തീരാനായിട്ട് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ഇടയായിത്തീരും. 2 തീമോഥെയോസിന്റെ ലേഖനം 3-4 വാക്യത്തിൽ ഞങ്ങൾ ഉത്തമമായ പ്രബോധനം, സഹിഷ്ണുത, ഉത്തമമായ പ്രബോധനത്തിന് സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. അവര് കെട്ടുകഥകളിലെല്ലാം അവരെ ആവേശം കൊള്ളുന്നു. അവരെ അഭിരുചിക്ക് ചേർന്ന പ്രസംഗരെ വിളിച്ചു കൂട്ടുന്നു. അവർക്കൊരിക്കലും മാനസാന്തരം ഉണ്ടാകുകയില്ല. വചനം നമ്മൾ ഓരോരുത്തരും സത്യത്തിന്റെ വചനമായ സത്യത്തിന്റെ ദൈവമായ ആ ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കാനായിട്ട്, ദൈവത്തിന്റെ വചനം സമൃദ്ധമായിട്ട് അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായി തിരികാനായിട്ട്, തുറവിയുള്ള തുറവിയുള്ള വ്യക്തികളായിട്ട് അങ്ങനെ വചനം കേൾക്കാനായിട്ട്, വചനം പാലിക്കാനായിട്ട് നമുക്ക് ദൈവത്തിന്റെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. 2 തീമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 15-16 ക്രിസ്തുവിനുള്ള വിശുദ്ധ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടിയും ഇനി ജ്ഞാനിയാക്കിയ വിശുദ്ധ ലിഖിതങ്ങള് ബാല്യം മുതൽ പഠിച്ച് അറിഞ്ഞിരിക്കുന്നതാണല്ലോ. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അത് പരിശുദ്ധാത്മാവിനാൽ മുദ്രവയ്ക്കപ്പെട്ടതാണ് ദൈവത്തിന്റെ വചനം. എഫെസസ്യർക്കാർക്ക് ലേഖനം 6-ാം അധ്യായത്തില് അത് ആത്മാവിന്റെ വാളാണ്. അങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ മേഖലയിലും നമ്മൾക്ക് വിടുതൽ ലഭിക്കാനായിട്ട്, അങ്ങനെ ജീവനും അഭിഷേകവും നമ്മളിൽ ഓരോരുത്തരിൽ വന്നറിയാനായിട്ട്, വചനം ആത്മാവിൽ വന്നറിയാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. 2 കൊരിന്ത്യർക്കാർക്ക് ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യത്തില് ലൗകിക മനുഷ്യൻ ദൈവത്തിന്റെ
ജ്ഞാനം പോഷത്വമാകിയാൽ അവനത് ഗ്രഹിക്കാനായിട്ട് അവന് ഒരിക്കലും സാധിക്കുകയില്ല. അതിന് കൊളോസ്യർക്കാർക്ക് ലേഖനം 4 ഭാഗത്തില് കൃതജ്ഞ നിർഭരനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ വചനത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പൗലോസ് ശ്ലീഹ അത് ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വചനത്തിന്റെ വാതിലെ ആത്മാവിലേക്ക് നമ്മളുടെ വചനം വന്ന് നിറയാനായിട്ട് വചനമാണ് നമ്മളെ ഓരോരുത്തരെയും നിയന്ത്രിക്കേണ്ടത്. വചനം നമ്മെ ഓരോരുത്തരെ ഏറ്റെടുക്കുകയും നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ വചനം വന്ന് നിറയാനായിട്ട് ഇടയായി തീരാൻ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. 1 കൊരിന്ത്യർക്കാർക്ക് 2 ഭാഗത്തില് യേശു ക്രിസ്തുവിനെ അല്ലാതെ ക്രൂശിതനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. ഹെബ്രായർക്കാർക്ക് ലേഖനം 3 ഭാഗത്തില് എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾ ആരും ദുഷ്ടൻ മൂലം അകന്നു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ ഇടയായിത്തീരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുവിൻ. അങ്ങനെ വചനത്തെ ശക്തി നമ്മൾ ഓരോരുത്തരെയും സൗഖ്യമുള്ളവരാക്കി തീർക്കാനായിട്ട് നമുക്ക് ഇടയായിത്തീരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 8-17 വാക്യത്തില് അശുദ്ധാത്മാക്കളെയെല്ലാം അവർ ദൈവം യേശുവും വചനം കൊണ്ട് രോഗികളെ സൗഖ്യമാക്കുകയും അശുദ്ധാത്മാക്കളെ പുറത്താക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെ ആ വചനത്തിൽ നമുക്ക് യേശു അങ്ങനെയാന്നും സൗഖ്യപ്പെടുത്തിയത്. യോഹന്നാൻ സുവിശേഷം 15 വാക്യത്തില് എൻ്റെ വചന നിമിത്തം നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാക്കിയിരിക്കുന്നു. വചനം നമ്മൾ ഓരോരുത്തരുള്ളിൽ ആത്മാവില് വചനം പ്രവർത്തിച്ചുകൊണ്ട് വചനം നമ്മളിൽ വന്നിറഞ്ഞ് നമ്മളെ ശുദ്ധിയുള്ളവരാക്കി തീർക്കാനായിട്ട് വചനത്തിന് സാധിക്കും. ലൂക്കായ സുവിശേഷം 1-46 വാക്യത്തില് എല്ലാം വചനത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വചനം മാംസമായിട്ട് പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലെ